രണ്ടും പറയാം. ബീദിനില്ല പറയാം, ബി തൗഫീഖില്ല പറയാം. പറച്ചൊരു പക്ഷം പറയും ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാലും എന്തെല്ലാം എൻ്റെ പ്രശ്നം തീർന്നു. പക്ഷെ അവിടെയും ആ വെള്ളം നിമിത്തം മാത്രം. ഇപ്പം കല്യാണം കഴിക്കണം, ഭാര്യയുമായി ബന്ധപ്പെടണം, ഒപ്പം പ്രാർത്ഥിക്കണം, അതിനെ കൂടെ ദുആ ചെയ്യണം, അപ്പോഴേ ഖൈറായി വരികയുള്ളൂ. കല്യാണം കഴിക്കാതെ റബ്ബേ എനിക്ക് സന്താനത്തെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചാലോ അത് അള്ളാഹിനെ പരിഹസിക്കലാണ്, അത് റബ്ബിനെ പരിഹസിക്കലാണ്. കല്യാണം കഴിച്ചു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിനിപ്പോൾ തോൽക്കൊന്നും വേണ്ട, എന്തിനാ തോൽക്കണത്, ലൈംഗിക ബന്ധം ഉണ്ടായാൽ പോലെ എന്ന് വെച്ചാൽ അത് ധിക്കാരമാണ്, അത് ധിക്കാരമാണ്. കൺട്രോളൊന്നും അള്ളാഹിനടുത്തൊന്നുമല്ല, ഈ അസ്ബാബ് മാത്രം മതി. അപ്പം അസ്ബാബിലേക്ക് പൂർണ്ണമായും അവൻ കൽബ് ചാഞ്ഞു. അതുകൊണ്ടാണ് ഒന്നുകിൽ ഭൗതികമായി സ്ഥിരപ്പെട്ട സബബ് അല്ലെങ്കിൽ ശർഈയായി സ്ഥിരപ്പെട്ട സബബ്. ഈ രണ്ട് സബബാണ് ഉപയോഗിക്കാൻ നമുക്കുള്ളത്. ഒന്ന് ഭൗതികമായി സ്ഥിരപ്പെട്ട സബബ്, പരീക്ഷണം കൊണ്ട്, ഗവേഷണം കൊണ്ട്, ജീവിത അനുഭവം കൊണ്ട് ഒക്കെ സ്ഥിരപ്പെട്ട സബബുകൾ ഇസ്ലാമിനെതിരല്ലെങ്കിൽ ഉപയോഗിക്കാം. ഇസ്ലാമിനെതിരല്ല എങ്കിലും ഉപയോഗിക്കാം. ഇസ്ലാമിനെതിരാണെങ്കിലോ അനുഭവം കൊണ്ട് തെളിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റില്ല. കള്ളുടിച്ച ദാഹം മാറും, സബബാണ്. ദാഹിച്ചു പറഞ്ഞാൽ കല്ലെടുത്ത് കുടിച്ചു, ദാഹം മാറൂലേ? ദാഹം മാറും. പക്ഷെ ആ സബബ് ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞു, അതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. പോക്കറ്റ് അടിച്ച പൈസ കൊണ്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും, സബബാണ്. പക്ഷെ ആ സബബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. വേറെ ചില ദോഷം അതിൻ്റെ മറവിൽ വരാനുണ്ട്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. വ്യഭിചരിക്കാൻ പോയാലും സന്താനമുണ്ടാകും, വ്യഭിചരിച്ചാലും കുട്ടിയുണ്ടാകും, സബബാണ്. ആ സബബ് സ്ഥിരപ്പെട്ട സബബാണ്. പക്ഷെ ആ സബബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹു വെച്ചു. എന്തുകൊണ്ട്? ഇവിടെ മനുഷ്യവംശത്തിന് അത് അരാജകത്വമാണ് സൃഷ്ടിക്കുക, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയാം. സബബല്ലാത്തതുകൊണ്ടല്ല, സബബാണ്, ഫലമുണ്ടാവുകയും ചെയ്യും, പക്ഷെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹു റസൂലും പഠിപ്പിച്ചു. അപ്പം ഒന്ന് ബാഹ്യമായി ഭൗതികമായി പരീക്ഷണങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ, ജീവിത പാഠങ്ങളിലൂടെ എല്ലാം സ്ഥിരപ്പെട്ട് കിട്ടിയ സബബുകൾ ദീനിൻ്റെ അധ്യാപനത്തിന് എതിരല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താം. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് നമ്മൾ പോണ വഴിക്ക് കാലൊന്ന് വെച്ചുത്തി ചെറിയൊരു മുറിവായി, നമ്മൾ വേഗം എന്താ ചെയ്യുക? പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പണി ഒരു അപ്പുണ്ടോ നോക്കും, കമ്മ്യൂണിസ്റ്റ് അപ്പ, അതിൻ്റെ ഒരു ചെറിയ ഇലെടുത്തിട്ട് ഇങ്ങനെ നോണ്ടിയിട്ട് ആ മുറിമണ്ട് വെച്ചാൽ അത് സാരില്ല, ആണ് മാറിക്കോളും. ഇതിനിപ്പോൾ എന്താ തെളിവുള്ള വെച്ചാലോ ഇത് തെളിവുണ്ടാവില്ല. ഇതൊരു തജ്രീബ, ഒരു അനുഭവമാണ്. അങ്ങനെ വെക്കുമ്പോഴൊക്കെ മാറുന്നുണ്ട്, അതൊരു അനുഭവമാണ്. വലിയ മുറിയാണെങ്കിലോ നമ്മളതിന് പോകില്ലല്ലോ. ഒന്നാകെ മുറിഞ്ഞ ആകണ്ട് പൊളിഞ്ഞിട്ടുണ്ട്, അത് അപ്പനെ വെച്ചാൽ മതി എന്ന് പറയില്ല, അത് നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോകും. ചെറിയതൊക്കെ ആണെങ്കിൽ തൽക്കാലം രക്തം നിൽക്കാൻ ഇത് മതി. അത് സബബാണ്. എങ്ങനെ? നമ്മുടെ തജ്രീബയുടെ സ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ സ്ഥാനത്തിൽ ഒരു. അപ്പം ചികിത്സയിൽ അനുഭവം മതി, ചികിത്സ എന്ന വിഷയത്തിൽ അനുഭവം മതി ഒരു കാര്യം ചെയ്യാൻ. ആ അനുഭവം ദീനിനെതിരല്ലെങ്കിൽ സ്വീകരിക്കാം, ദീനിനെതിരാണെങ്കിലോ സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ രോഗം വന്നു, ഡോക്ടർ പറഞ്ഞു കുറച്ച് മദ്യം കഴിച്ചാൽ മതി, മാറും. മദ്യം കഴിച്ചു, മാറും ചെയ്തു, പക്ഷേ അത് അനുവദനീയാകുമോ? ഇല്ല, അത് അനുവദിച്ച സബബല്ല. എന്തായാലും തവക്കുൽ എന്ന് പറയുമ്പോൾ സബബുകൾ ഒഴിവാക്കലല്ല, നേരെ സബബുകൾ സ്വീകരിക്കലാണ് തവക്കുലിൻ്റെ പൂർണ്ണത. അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സ്ഥാപിച്ചത്. ജവാബുൽ കാഫി ഇബ്നു ഖയ്യിം പറഞ്ഞത് തവക്കുൽ സ്വീകരിക്കൽ, അല്ല അസ്ബാബുകൾ സ്വീകരിക്കൽ തവക്കുലിൻ്റെ പൂർണ്ണതയാണ് എന്നാണ്. അതാണ് അഹ്ലുസുന്നയുടെ നയം. അഹ്ലുസുന്ന പഠിപ്പിച്ചത് തവക്കുലാണോ അവൻ സബബുകൾ കൂടി പ്രാവർത്തികമാക്കണം. ഒരു സബബും സ്വീകരിക്കാതെ ഞാൻ തവക്കുലാക്കി എന്ന് പറയൽ എന്തല്ല? അതെ, നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, സബബ് ആവണം, പക്ഷെ ദീനിന് എതിരല്ല. അതാ പറഞ്ഞേ, ദീനിന് എതിരല്ലാത്ത സബബുകൾ അതാണ് അനുവദനീയമായത്. ദീനിന് എതിരായതാണോ അത് പിന്നെ സബബാണെങ്കിലും സ്വീകരിക്കാൻ അനുവാദമില്ല. സബബ് അല്ലാത്തതുകൊണ്ടല്ല. അത് ഞാനത്തെ പറഞ്ഞ ഉദാഹരണമൊക്കെ അതാണ്. മദ്യം കഴിച്ചാൽ ദാഹം മാറും, സബബാണ്, പക്ഷെ ആ സബബ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ടാണ്, സബബ് അല്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ടാണ് മദ്യപിച്ചാൽ ശിർക്കല്ല. കാരണം എന്താണ്? അത് ഉള്ള സബബിനെ ഉപയോഗിച്ചതാണ്. പക്ഷെ ആ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിനെ നമ്മൾ ലംഘിച്ചു, അതാ ഹറാം വന്നത്. അവിടെ ഹറാം വന്നു. ഏതാ ഏഴസ് കെട്ടിയ ശിർക്കാണ് പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ സബബ് അല്ലാത്ത ഒന്നിനെ സബബാക്കൽ കൂടി വന്നു. അനുവാദമില്ലാത്ത സബബ് സ്വീകരിച്ചതല്ല. ഏഴസ് കെട്ടുമ്പോൾ കേവലം ഒരു അനുവാദമില്ലാത്ത സബബ് സ്വീകരിച്ചത് മാത്രമല്ല, അതിനപ്പുറത്തൊരു വിശ്വാസം പോലെ വേറെ വന്നു ചേരുന്നുണ്ട്. അപ്പൊ സബബ് അല്ലാത്ത ഒന്നിനെ സബബാക്കി എന്നത് കൂടി അവിടെ വരുന്നു. മദ്യം കഴിക്കുമ്പോഴോ സബബായ ഒന്നിനെ തന്നെ ഉപയോഗിച്ചത്, പക്ഷെ ആ സബബ് ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ല.
വ്യഭിചരിച്ച ഹറാം, ശിർക്കല്ല. എന്തുകൊണ്ട്? വ്യഭിചരിച്ച സന്താനം ഉണ്ടാവുക എന്നത് സബബാണ്, ദുനിയാവിൽ അല്ലാഹു വെച്ച വ്യവസ്ഥയാണ്. പക്ഷെ ആ വ്യവസ്ഥ നമുക്ക് ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ല. എന്തുകൊണ്ട് പെർമിഷൻ ഇല്ല? അത് ദീനിൻ്റെ മറ്റു എല്ലാ വശങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അല്ലാഹു കുറേ കാര്യങ്ങൾ ഹറാമാക്കി വെച്ചിട്ടുണ്ട്. ആ ഗണത്തിൽ ഇത് ഹറാമാക്കി നിശ്ചയിച്ചതാണ്. അല്ലാതെ അത് സബബല്ലാത്തതുകൊണ്ടല്ല. ആ സബബ് ഉപയോഗിക്കാൻ അനുവാദമില്ല. എന്നാൽ ഏഴ്സ് കെട്ടുന്നത് സബബല്ല, ഉപയോഗിക്കാൻ അനുവാദമില്ല, അത് സബബായിട്ട് പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ടാണത് വകുപ്പ് മാറുന്നത്. അത് വിശ്വാസരംഗത്തേക്കേ വരിക, മറ്റത് കർമ്മരംഗത്തേക്കാണ് വരിക. ഏതായിരുന്നാലും ഈ ശരിയായ തവക്കുൽ, ഇതാണ് വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. ജീവിതത്തിൽ ഏത് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് മാറ്റിവെക്കുമ്പോഴും അവിടെയൊക്കെ അലല്ലാഹ്